ഓക്കെ, സപ്പോസ് നിങ്ങൾ വീട്ടിൽ തന്നെ ജോലി ചെയ്യുന്ന സ്ത്രീയാണെങ്കിൽ അതും ജോലിയാണ്. ഒരു കുക്കിംഗ് ചെയ്യാനും ഒരു ക്ലീനിങ് ചെയ്യാനും ഒരു വാഷിംഗ് ചെയ്യാനും കുട്ടികളെ പല സ്ഥലങ്ങളിലും വിട്ടാലും കുട്ടികൾക്ക് ട്യൂഷൻ എടുക്കാനും എത്ര മിനിമം 55,000 രൂപ പൈസ ചെലവഴിക്കേണ്ടി വരും. അപ്പൊ ഈ 55,000 രൂപ പൈസ ഈ സ്ത്രീ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു വീട്ടിൽ, ആണോ ഇല്ലയോ? അപ്പൊ ഇവരും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു, പുരുഷനും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു. ജോലിക്ക് പോകുന്ന സ്ത്രീകളാണെങ്കിൽ അവർക്ക് ഓൾറെഡി സാലറി കിട്ടുന്നു. ബട്ട് ഈ ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്നത് എവിടെ വരും? ഈ പൈസയെ കുറിച്ചുള്ള തീരുമാനങ്ങളിൽ നിങ്ങൾ എടുക്കാൻ പറ്റുന്നുണ്ടോ? അപ്പൊ ആ ഒരു കാര്യം നമ്മളുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവണം. ഈ ഒരു ഗാർഹിക പീഡനം കേരളത്തിനകത്ത് ഉണ്ട്, അത് റിക്കഗ്നൈസ് ചെയ്തിട്ടുണ്ടാണ്. കേരള പോലീസിൽ വുമൻ സേഫ്റ്റി ഡിവിഷൻ വളരെ റീസെൻ്റ്ലി നമ്മൾ ഒരു പദ്ധതി ബഹുമാനപ്പെട്ട DG സർ തന്നെ ഉദ്ഘാടനം ചെയ്തിട്ടുണ്ടായിരുന്നു. വുമൻ സേഫ്റ്റി ഡിവിഷനിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് സ്ത്രീകൾ പൊതുവെ ഗാർഹിക പീഡനമെങ്കിൽ കോടതിക്കാണ് പോകേണ്ടതെന്ന് പറഞ്ഞിട്ടുള്ള പൊതുവെ ഒരു ടെൻഡൻസി ഉണ്ട്. അപ്പോൾ ആദ്യം ചിലർ പോലീസ് സ്റ്റേഷനിൽ വന്ന് എത്തിച്ചേരുമ്പോൾ പോലീസ് സ്റ്റേഷനിൽ തന്നെ പറയും ഇന്ന കോടതിക്ക് പോകണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ പോലീസ് സ്റ്റേഷനിൽ തന്നെ വുമൻ സേഫ്റ്റി ഓഫ് സ്ത്രീകളുടെ മാനസികാരോഗ്യം വർദ്ധിപ്പിക്കുന്നതിന് പ്രതിസന്ധികളിൽ തളരാതെ കരുത്തോടെ മുന്നോട്ട് പോകാനാണ്, അതിനൊരു ഉറപ്പ് നൽകാൻ വേണ്ടിയിട്ടാണ് വനിതാ കമ്മീഷൻ ഇന്ന് ഈ പരിപാടിയുടെ അനൗൺസ് ചെയ്യുന്നത്. ജീവിത പ്രതിസന്ധികളിൽ എപ്പോഴൊക്കെയോ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നേരിടേണ്ടി വന്ന കൈപ്പേറിയ അനുഭവങ്ങൾക്ക് മുൻപിൽ പിടിച്ചു നിൽക്കാനാവാതെ മനക്ക് സത്യമെന്നുള്ള ശീലമോടെ ഒക്കെ ജീവൻ നഷ്ടപ്പെടാൻ പോകാൻ ഇടയായിട്ടുള്ളത്. തീർച്ചയായും പ്രതിസന്ധികൾ നേരിടുമ്പോൾ അതിനെ തരണം ചെയ്യാനുള്ള ആർജവമുള്ള മനസ്സിന്റെ ഒരു അഭാവം തന്നെയാണ് എന്ന് കമ്മീഷൻ കാണുകയാണ്. അതുകൊണ്ട് വരും തലമുറയെ ആർജവമുള്ള മനസ്സിന്റെ ഉടമകളാക്കാൻ, ജീവിത പ്രതിസന്ധികളെ തട്ടിമാറ്റിക്കൊണ്ട് ആനന്ദ വിഹായസിലേക്ക് പറന്നുയരാൻ ഓരോ കുട്ടികളെയും, അത് ആൺകുട്ടികളെ ഞങ്ങൾ കാണാതിരിക്കുന്നില്ല, ഓരോ ആൺകുട്ടിയെയും പെൺകുട്ടിയെയും പ്രാപ്തമാക്കുക എന്നുള്ളത് ഈ സമൂഹത്തിന്റെ ഉത്തരവാദിത്വമാണ്. ആ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ടാണ് ഈ ക്യാമ്പയിന് ഞങ്ങൾ തുടക്കം കുറിക്കുന്നത്. ഈ ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി കേരളത്തിന്റെ പ്രിയങ്കരിയായിട്ടുള്ള ആരോഗ്യ വനിതാ ശിശുവകുപ്പ് മന്ത്രി ഈ വേദിയിൽ എത്തിയിട്ടുണ്ട്. അവരെ വളരെയേറെ സ്നേഹത്തോടെ ഈ പരിപാടിയുടെ ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടനം നിർവഹിക്കാൻ സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. ശ്രീ ഹരികുമാർ, എല്ലാ ബഹുമാന്യരായിട്ടുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങളും ഇവിടെയും വേദിയിലും സദസ്സിലുമുള്ള എല്ലാ ബഹുമാന്യരായിട്ടുള്ള പ്രിയപ്പെട്ടവരെ, പ്രിയ സഹോദരീ സഹോദരന്മാരെ, പ്രിയ വിദ്യാർത്ഥിനികളെ, അതീവ പ്രാധാന്യമുള്ള ഒരു ക്യാമ്പയിനാണ് സംസ്ഥാന വനിതാ കമ്മീഷൻ തുടക്കം കുറിക്കുന്നത്. 3 പതിറ്റാണ്ട് കാലത്തെ ചരിത്രത്തിൽ വനിതാ കമ്മീഷൻ നമ്മുടെ സംസ്ഥാനത്തെ സ്ത്രീകളുടെ പദവി ഉയർത്തുന്നതുമായിട്ട് ബന്ധപ്പെട്ടും നീതി ഉറപ്പാക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടും
വളരെയേറെ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും നമുക്ക് കാണാൻ കഴിയും, പ്രത്യേകിച്ചും വളരെ അടുത്ത് നിന്ന് ഈ പ്രവർത്തനങ്ങൾ കാണുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ കൂടി ഇപ്പോൾ വകുപ്പിൻ്റെ ഭാഗമാണ് ഈ 4.25 വർഷം. അതിനു മുൻപുള്ള 5 വർഷവും വനിതാ കമ്മീഷൻ്റെ പ്രവർത്തനങ്ങളെ തന്നെ നല്ല നിലയിൽ ഓഫീസർ ശ്രീമതി ചന്ദ്രശോഭയ്ക്ക് ഇവരെല്ലാം ഈ പാനൽ ഡിസ്കഷൻ പങ്കെടുക്കുന്നവരാണ്. ഇവരെല്ലാവരെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഏറ്റവും അവസാനം ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ് നമ്മുടെ പബ്ലിക് റിലേഷൻസ് ഓഫീസർ ശ്രീ വിനോദ് GS ഈ പരിപാടി ഈ വർഷം ഏത് വിഷയത്തെ സംബന്ധിച്ചാണ് ക്യാമ്പയിൻ നടത്തേണ്ടത് എന്ന് ആലോചിച്ചപ്പോൾ തീർച്ചയായിട്ടും അടുത്ത കാലത്തായി കേരളത്തിൽ ഉയർന്നു വന്നിട്ടുള്ള അതീവ ജാഗ്രതയോടുകൂടി കേരളീയ സമൂഹം കാണേണ്ടുന്ന ഒരു വിഷയമായി പെൺകുട്ടികളുടെ ആത്മവിശ്വാസക്കുറവ് പ്രതിഫലിപ്പിക്കുന്ന നിരവധിയായിട്ടുള്ള സംഭവങ്ങൾ, പ്രതിസന്ധികളെ തരണം ചെയ്യാൻ ആർജവമുള്ള മനസ്സുള്ളവരല്ല നമ്മുടെ പുതിയ തലമുറ എന്ന് നമ്മൾ ആശങ്കപ്പെടാൻ ഇടയാവുന്ന ഒട്ടനവധി സംഭവങ്ങളാണ് അടുത്ത കാലത്തായിട്ട് കേരളീയ സമൂഹത്തിന് കാണേണ്ടി വന്നിട്ടുള്ളത്. വനിതാ കമ്മീഷൻ ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. സ്ത്രീകളുടെ പരാതികൾ സ്വീകരിക്കുക, അതിന് പരിഹാരം കാണുക, സ്ത്രീകൾക്കെതിരെ നടക്കുന്ന അതിക്രമങ്ങളും ചൂഷണങ്ങളും സംബന്ധിച്ച് അന്വേഷിക്കുക, പരിഹാര മാർഗങ്ങൾ സർക്കാരിന് മുമ്പാകെ നിർദ്ദേശിക്കുക, സ്ത്രീകളുടെ നമ്മുടെ കാതിരുന്ന പരിപാടിയുടെ മുഖ്യാതിഥി ശ്രീമതി മഞ്ജു വാര്യർ എത്തിയിട്ടുണ്ട്. മാറ്റിയെടുക്കേണ്ടത് എന്ന് ആലോചിച്ചുകൊണ്ടാണ് ഏറ്റവും അധികം പാർശ്വവൽക്കരിക്കപ്പെട്ടു പോകുന്ന സ്ത്രീ വിഭാഗങ്ങളുടെ ഇടയിലേക്ക് കഴിഞ്ഞ ഏതാനും വർഷമായിട്ട് വനിതാ കമ്മീഷൻ ഇറങ്ങിച്ചെന്നിട്ടുള്ളത്. അതിശക്തമായിട്ടുള്ള നിയമങ്ങൾ നിലനിൽക്കുന്ന ഒരു നാട്ടിലാണ് വാക്കുകൊണ്ടോ നോട്ടം കൊണ്ടോ ആംഗ്യം കൊണ്ട് പോലുമോ സ്ത്രീയുടെ അന്തസ്സിന് പോർവേൽപ്പിക്കപ്പെട്ടുകൂടാ എന്ന് അനുശാസിക്കുന്ന ശക്തമായിട്ടുള്ള നിയമങ്ങൾ നിലനിൽക്കുന്ന ഒരു നാട്ടിൽ സ്ത്രീകൾക്കെതിരായിട്ട് നടക്കുന്ന അതിക്രമങ്ങൾ, അത്യന്തം ഹീനമായിട്ടുള്ള കുറ്റകൃത്യങ്ങൾ അനുദിനം വർദ്ധിച്ചു വരുന്നത് എന്തുകൊണ്ടാണ് എന്ന് വളരെ ഗൗരവത്തോടു കൂടി ചിന്തിക്കേണ്ടുന്ന ഒരു സാഹചര്യത്തിൽ തന്നെയാണ് നിങ്ങളും ഞാനും ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. സമ്പൂർണ്ണ സാക്ഷരത കൈവരിച്ചിട്ടുള്ള നാട്, സ്ത്രീ സാക്ഷരതയിൽ ഏറ്റവും ഉയർന്ന നിലവാരത്തിലെത്തിയിട്ടുള്ള നാട്, ആരോഗ്യ പരിപാലനത്തിന്റെ കാര്യത്തിൽ മുൻപന്തിയിലെത്തിയിട്ടുള്ള നാടെങ്കിലും കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ഏറ്റവും അധികം പാർശ്വവൽക്കരിക്കപ്പെട്ടു പോകാൻ ഇടവരുന്ന സ്ത്രീകളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് അവർക്ക് ആത്മവിശ്വാസം ഉണ്ടാക്കാനും അവരുടെ അവകാശങ്ങളെ സംബന്ധിച്ച് അവരെ ബോധ്യമുള്ളവരാക്കി മാറ്റുന്നതിനും വേണ്ടിയിട്ടുള്ള നിരവധിയായിട്ടുള്ള ക്യാമ്പയിനുകൾ വനിതാ കമ്മീഷൻ സംഘടിപ്പിച്ചിട്ടുണ്ട്. കമ്മീഷന്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് അനുഭവപ്പെടുന്നത് രാവിലെ എഴുന്നേൽക്കുന്നത് മുതൽ രാത്രി കിടന്നുറങ്ങാൻ പോകുന്നത് വരെ, ചിലപ്പോൾ കിടന്നുറങ്ങി ഉറക്കത്തിനിടയിലും വരുന്ന ഫോൺ വിളികൾ, കരച്ചിലുകൾ കേൾക്കാനിട വരുന്ന, രാവിലെ മുതൽ വൈകുന്നേരം വരെ നിരവധിയായിട്ടുള്ള വിലാപങ്ങൾ കേൾക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം കമ്മീഷന്റെ പ്രവർത്തനം
പ്രഷർ കുറയ്ക്കണം. ഇവിടെ സെൻറ്ററിൽ പ്രസ് ചെയ്തിട്ട് ഇതിനെ കുറച്ചേക്കണ്ട ഈരിൽ ഇത് മുകളിലോട്ടാക്കി കഴിഞ്ഞാൽ ബ്രൈറ്റ്നസ് പോകും. ഇത് നമ്മുടെ പിക്ചറിനനുസരിച്ച് നമ്മൾ കൺട്രോൾ ചെയ്ത് കൊടുക്കാം. അതാണ് ഞാൻ പറഞ്ഞ എക്സ്പോഷർ കുറയ്ക്കുക. എക്സ്പോഷർ കുറച്ചപ്പോൾ കുറച്ചുകൂടെ നമുക്ക് കറക്റ്റായിട്ട് ആളുകളെ ഫോക്കസ് ചെയ്ത് കിട്ടും എല്ലാം. അതാണ് ഇതിനെ തിരിച്ച് എക്സ്പോഷർ ചെയ്തത്. സ്ത്രീകളുടെ മാനസികാരോഗ്യം വർദ്ധിപ്പിക്കുന്നതിന് പ്രതിസന്ധികളിൽ തളരാതെ കരുത്തോടെ മുന്നോട്ട് പോകാനാണ്, അതിനൊരുറപ്പ് നൽകാൻ വേണ്ടിയിട്ടാണ് വനിതാ കമ്മീഷൻ ഇന്ന് ഈ പരിപാടിയുടെ ലോഞ്ച് ചെയ്യുന്നത്. ജീവിത പ്രതിസന്ധികളിൽ എപ്പോഴൊക്കെയോ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നേരിടേണ്ടി വന്ന കൈപ്പേറിയ അനുഭവങ്ങൾക്ക് മുൻപിൽ പിടിച്ചു നിൽക്കാനാവാതെ, മനക്കരുത്ത് കിട്ടാതെ പാതി വഴിയിൽ അവരുടെ ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും ഉപേക്ഷിച്ച് ഭൂമിയിൽ നിന്ന് മറഞ്ഞുപോയവർക്ക് സ്മരണാഞ്ജലി അർപ്പിച്ചുകൊണ്ട് നമുക്ക് ചടങ്ങുകൾ ആരംഭിക്കാം. ആദ്യമായി പ്രാർത്ഥനാ ഗാനം ശ്രീ സനോപ് നമ്പൂതിരി. സ്നേഹമാകുന്ന ഗീതമോ എൻ്റെ കാതിരിണയാകണേ, സത്യമെന്നുള്ള ശീലമോടെ ഞാൻ ശാന്തി അറിയണമേ. ഭൂമിയമ്മയെന്നറിയുവാനുള്ള ബോധമുണ്ടാകണേ, ജീവജാലങ്ങളാകയും ജന്മബന്ധുവായിടണേ. ജാതിഭേദങ്ങളെന്ന
ശാപമോ ദൂരെ മറയണമേ ലോകമൊന്നെന്ന പാഠമൊന്നുമൻ മനസ്സിലെഴുതേണമേ അധ്യക്ഷ പ്രസംഗത്തിനായി വിവിധ കലാലയങ്ങളിൽ നിന്ന് വന്നിരിക്കുന്ന വിദ്യാർത്ഥിനികൾ, അധ്യാപകർ, മീഡിയ പേഴ്സൺസ്, പല ഓഫീസുകളിൽ നിന്ന് വന്നിട്ടുള്ള ആളുകളുണ്ട്. എല്ലാ സുഹൃത്തുക്കളെയും സ്നേഹത്തോടെ ഈ വേദിയിലേക്ക്, ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യും. അധ്യക്ഷ പ്രസംഗത്തിനായി ബഹുമാനപ്പെട്ട ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് സതീദേവി അവരുടെ ക്ഷണിക്കുന്നു. കേരള വനിതാ കമ്മീഷൻ സംഘടിപ്പിക്കുന്ന ഈ ക്യാമ്പയിൻ പറന്നുയരാം കരുത്തോടെ എന്ന പേരിൽ തുടക്കം കുറിക്കുന്ന ഈ സെമിനാറിൻ്റെ ക്യാമ്പയിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കുന്ന കേരളത്തിൻ്റെ ബഹുമാന്യായ വനിതാ ശിശു വികസന ആരോഗ്യ വകുപ്പ് മന്ത്രി ശ്രീമതി വീണ ജോർജ്, ഈ വേദിയിൽ മുഖ്യ പ്രഭാഷണത്തിന് വേണ്ടി സന്നിഹിതയായിട്ടുള്ള പ്രിൻസിപ്പൽ സെക്രട്ടറി വനിതാ ശിശു വകുപ്പ് ഡോക്ടർ ശർമിള മേരി ജോസഫ്, ഈ ക്യാമ്പയിൻ്റെ അംബാസഡറായി ചുമതല ഏൽക്കാം എന്ന് സദയം സംബന്ധിച്ച് കമ്മീഷന്റെ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള നമ്മുടെ എല്ലാമായ കേരളത്തിൻ്റെ പ്രിയങ്കരിയായ ശ്രീമതി മഞ്ജു വാര്യർ, ഈ വേദിയിൽ ആശംസകൾ അർപ്പിക്കാൻ സന്നിഹിതരായിട്ടുള്ള കമ്മീഷൻ അംഗങ്ങളായിട്ടുള്ള അഡ്വക്കേറ്റ് ഇന്ദിര രവീന്ദ്രൻ, എലിസബത്ത് മാമൻ മത്തായി, ശ്രീമതി റിയ മഹിളാമണി, അഡ്വക്കേറ്റ് പി കുഞ്ഞായിഷ, ശ്രീമതി എസ് അജിത ബീഗം IPS, ഹരിത വി കുമാർ IAS, തിരുവനന്തപുരം ജില്ലാ കലക്ടർ ശ്രീമതി അനുകുമാരി IAS, ഈ വേദിക്ക് സ്വാഗതം ആശംസിച്ച ശ്രീ ഹരികുമാർ, കമ്മീഷന്റെ ഡയറക്ടർ ശ്രീ സാജി സുഗുണൻ, കമ്മീഷന്റെ PRO ശ്രീ വിനോദ്, ലോ ഓഫീസർ ശ്രീമതി ചന്ദ്രശോഭ, ഈ വേദിയിൽ കേരളത്തിൻ്റെ സ്ത്രീ പക്ഷ നിലപാടിൻ്റെ മുഖമായി മാറിയിട്ടുള്ള പ്രിയപ്പെട്ട ഭാഗ്യലക്ഷ്മി, നമ്മുടെ തിരുവനന്തപുരത്തെ പബ്ലിക് പ്രോസിക്യൂട്ടർ ഡോക്ടർ ഗീനാകുമാരി, മെൻ്റൽ ഹെൽത്ത് ബോർഡ് അംഗം ഡോക്ടർ ഷാലിമ, മറ്റ് ഈ വേദിയിലും സദസ്സിലുമുള്ള നമ്മുടെ ജെൻഡർ അഡ്വൈസർ ഡോക്ടർ ആനന്ദി, പ്രിയപ്പെട്ട കഥാകാരി, എഴുത്തുകാരി ശ്രീമതി എച്ചുമുക്കുട്ടി, അങ്ങനെ ഈ വേദിയിലും സദസ്സിലുമുള്ള പ്രമുഖ വ്യക്തികളെ, തിരുവനന്തപുരം ജില്ലയിലെ വിവിധ കോളേജുകളിൽ നിന്നായി കമ്മീഷന്റെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയിട്ടുള്ള വിദ്യാർത്ഥിനികൾ, സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകൾ, NSS വോളണ്ടിയർമാർ, മാധ്യമ പ്രവർത്തകർ, സ്നേഹമുള്ളവർ, കേരള വനിതാ കമ്മീഷൻ രൂപം കൊണ്ട് 30 വർഷം പൂർത്തി